എന്തിനാ മനുഷ്യരെ നിങ്ങൾ നിൽക്കുന്നിങ്ങനെ? കാവല് നിൽക്കുക. എന്തായാലും ഇന്നലെ വൈകിട്ട് എലിക്കുട്ടിയമ്മ ബെസ്റ്റായിട്ട് ഉറങ്ങി. അത്താഴം കഴിച്ചില്ലേ? ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എലിക്കുട്ടിയമ്മ നല്ല ബെസ്റ്റായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ഏറ്റു. ഇപ്പോൾ രാവിലെ ആയിട്ട് കാപ്പി കുടിക്കാനായിട്ട് പല്ല് തേക്കുന്ന ഭാഗമാണ്. ചില ദിവസങ്ങളിൽ ഈ തണുപ്പിൻ്റെ ഇതുകൊണ്ടൊക്കെയാണോ ആയിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. ചെരുപ്പ് കാലൊക്കെ മാറിയാണല്ലോ ഇട്ടിരിക്കുന്നത്. ചെരുപ്പ് മാറിപ്പോയി, ഇനി മാറ്റിയിട്. ഈ കാല് അങ്ങനെയായിരുന്നേ, കാല് മാറിപ്പോയില്ലേ. അപ്പോൾ ഇന്ന് മറ്റേ ചെരുപ്പൊക്കെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇപ്പോഴത്തെ ചെരുപ്പ് കിടന്നിട്ട് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കാപ്പി കുടിക്കാൻ എലിക്കുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പുട്ടുമ്പഴമാണ് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊടി പോയി, ഞാൻ മാറ്റാം. പൽപ്പൊടി മുഴുവൻ പോയില്ലേ? ഉണ്ടോ കഴിക്കാത്ത? ഉണ്ട്. അമ്മയ്ക്ക് പിന്നെ പൽപ്പൊടി ഒന്ന് കുറച്ച് കൊടുത്താൽ പോരാ, ഒത്തിരി കൊടുക്കണം. എന്നാലും ചെറിയ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എൻ്റെയൊക്കെ ക്ഷീണം മാറി വരാൻ എല്ലാവർക്കും ക്ഷീണമാണ്. ഇനിയിപ്പോൾ പനികൾ വരുന്ന സമയമാണ്. മഴ അങ്ങ് മാറി കഴിയുമ്പോഴത്തേനാണ് എല്ലാവർക്കും പനിയൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇപ്പോൾ പനി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇപ്പോൾ വരുന്ന പനിയുടെ കഫക്കെട്ടിലൊക്കെ ആയിട്ട് മാറാൻ പാടാണെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അതൊക്കെ പോലെ തന്നെയായിരുന്നു. ഇത്തവണ അതുപോലെയാണെന്നൊക്കെ കേൾക്കുന്നു. എന്നവർക്ക് മാറുന്നില്ലെന്നോ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എലിക്കുട്ടിയമ്മേ, പല്ല് തേച്ച് കഴിഞ്ഞോന്ന്? പല്ല് തേച്ച് കഴിഞ്ഞില്ലല്ലോ. പല്ല് തേച്ച് കഴിഞ്ഞോ? പോയി അവിടെ പോയി കഴുകുന്ന. ചെരുപ്പേട്ട് പിടിക്കാൻ പോയിട്ട് പല്ല് തേപ്പ് പകുതിയാക്കി നിർത്തിയേക്കുക. തണുപ്പിൻ്റെ ഒക്കെയാന്നേ. പല്ല് തേച്ച് കഴിഞ്ഞ് വാ കഴിക്കേ, അപ്പുറത്ത് പോയി വാ കഴുകും. വാ കഴുകിയിട്ട് വാ കഴിക്കാം. പല്ല് തേച്ച് കഴിഞ്ഞോ? ചെരുപ്പ് മാറി പോയി. ഞാൻ ചെരുപ്പ് മാറ്റിയിട്ടപ്പോഴത്തേനും പിന്നെ അതിലോട്ട് പോയി ശ്രദ്ധ. ഒരു തണുപ്പിൻ്റെ കൊണ്ടൊക്കെയാണോ ഈ മൂളലും മുരങ്ങലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. തണുപ്പിൻ്റെതായ അസ്വസ്ഥതകൾ. ഇനിയിപ്പോൾ തണുപ്പ് ഭൂമിയിൽ നിന്ന് കൂടുതൽ പൊങ്ങി വരും വെയിൽ കളിയാൻ തുടങ്ങുമ്പോൾ. എലിക്കുട്ടിയമ്മ പല്ലൊക്കെ തേച്ച് കാപ്പി കുടിക്കാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ അങ്ങനെ എലിക്കുട്ടിയമ്മ രാവിലെ പുട്ടുമ്പഴം കഴിക്കുകയാണ്. പല്ലൊക്കെ തേച്ചു. മരുന്ന് കഴിച്ചോ? മരുന്ന് കുടിച്ചോ? മരുന്ന് വെള്ളമാണ് ഇരിക്കുന്നത്, പക്ഷേ അത് കുടിച്ചിട്ടില്ല. ഉള്ളെന്നാ കഴിക്കുന്നത്? ഉള്ളു പുട്ടും കടലയോ? പുട്ടും കടലയും ബ്രെഡും ഒക്കെ ആയിട്ട് അമ്മയെ കൊച്ചുകൂടെ കൂടെ രാവിലെ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അല്ല, 4 ദിവസമുണ്ട്. രാവിലെ കഴിക്കും. രണ്ടെന്നൊന്നുമില്ല. മിനിഞ്ഞാന്ന് മേടിച്ച് അത് അവരന്നു ഉണ്ടാക്കി പിന്നെ സാധനം നമ്മളന്ന് മേടിച്ച് അന്ന് ഉണ്ടാക്കി. 3 ദിവസം ആകുന്നല്ലേ ഉള്ളൂ. രാവിലെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, തേയിലൊക്കെ ഉണ്ട്. പഴത്തിൻ്റെ കൂടെയാ. പഴച്ചിരി പഴുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ കാപ്പി കുടിയാണ്. പഴമൊന്നും കിട്ടാനില്ല. 100 രൂപയാണ് ഞാലിപ്പൂമ്പഴത്തിന്റെ വില. പഴുത്തൊന്നുമില്ല, കിട്ടുന്നത് മേടിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 കട പോയിട്ടാ കിട്ടിയപ്പോ. അമ്മേനെ ഓർത്ത് ഓടിയതാ. അമ്മേനെ ഓർത്ത് പോയതാ. അമ്മയ്ക്കല്ലേ പഴം വേണ്ടത്, അതുകൊണ്ടാണ് പഴം മേടിക്കാൻ പോയെന്നാ പറഞ്ഞത്. ബാക്കിയുള്ളവരെന്തെങ്കിലും കറി കൂട്ടി കഴിക്കും. അമ്മ കറി കൂട്ടാത്തല്ലോ, പൊട്ടും പഴമല്ലേ കഴിക്കുള്ളൂ. നാടൻ പഴമൊന്നുമില്ലല്ലോ, പരപഴല്ലേ ഉള്ളൂ. നാടനാണോ? ചെറുതല്ലേ. വാഴക്കൊല ഉണ്ടെങ്കിൽ കുറെ കാശ് കിട്ടിയാണ്. ഈ മഴ സമയത്ത് എവിടെയാ വാഴക്കൊല ഇരിക്കും? കപ്പളങ്ങ ഉണ്ടായവനല്ലേ ഉള്ളൂ. എന്തോരം കപ്പളങ്ങ ഉണ്ടായിരുന്നതായിരുന്നു. അന്നൊന്നും തിന്നിയില്ലായിരുന്നു. എന്തിനാ മനുഷ്യരെ നിങ്ങൾ നിൽക്കുന്നിങ്ങനെ? അമ്മ തിന്നുന്നത് നോക്കി നിൽക്കുക. അമ്മ അമ്മ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. കാവല് നിൽക്കുക. അതുകൊണ്ട് അമ്മമാരോട് പറയണത് കാവല് നിൽക്കുക. ഇനി എല്ലാം എന്താ പറയാ? ഞാൻ ചെരുപ്പ് മാറി ഇട്ടതേ. അതിന്റെ മുക്കിലും മരുന്നിലും അന്നാ വന്നത്. അല്ല, അത് നേരം ഞാൻ തിരിച്ചടിച്ചപ്പോഴത്തേനും വഴക്കുണ്ടാക്കി. ഇനി വല്ലതും പറയാനുണ്ടോ അമ്മേ? ഇനി വല്ലതും പറയാനുണ്ടോ? രണ്ടെണ്ണോടെ പറഞ്ഞോ. എന്നെ പറഞ്ഞാലും കേട്ടോളും. പിന്നെ കുഴപ്പമില്ല, പറഞ്ഞോ. കാവല് നിൽക്കുന്ന നമുക്ക് ഇഷ്ടമില്ലെന്നേ. നമുക്ക് കാവൽക്കാരൊന്നും വേണ്ടല്ലേ. ഇന്നലെ വൈകിട്ട് ഇവളോട് വിപിനെ അകത്ത് കിടക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നതായിട്ടായിരുന്നല്ലോ. നീ ഇവിടെ ഇരുന്നപ്പോൾ അമ്മ അങ്ങോട്ട് പോയ സമയത്ത് കേൾക്കാൻ പറ്റിയോ? ഇല്ല, ആ ബിരിയാണിയൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കിടക്കാൻ പോയപ്പോഴത്തേനും ചോദിക്കുന്നതായിട്ടായിരുന്നു. ഞാനകത്തിരുന്ന് കേട്ടതാ. എന്നാലും ഇപ്പോൾ അമ്മയ്ക്ക് ആകപ്പാടെ കണ്ടാലും
പേരിലും കൃത്യമായിട്ട് ഓർമ്മ നിൽക്കുന്ന ഇവിടെ ഉള്ളൂ കേട്ടോ. ഇന്നലെ ആണേലും മിനിഞ്ഞാന്നാണേലും ചോദ്യത്തിലാണേലും ബാക്കി ആരും ചോദിക്കുന്നുമില്ലല്ലോ. 2 ദിവസം ഉറക്കായിരുന്നു എലിക്കുട്ടൻ. ഇന്നലെ കിടന്ന് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. ഞാനും ഉറങ്ങി. ഒരനക്കമില്ല. 2 ദിവസം ഉറക്കിയിട്ടില്ലടി. ഒട്ടും അതിന് ഉറക്കമില്ലായിരുന്നു. ഓടിപ്പോകാനും നടക്കാനും പറ്റില്ല. ഇരുട്ടായോണ്ട് അവിടെ കുത്തിയിരിക്കുക. അല്ല അത് എന്നത് തിന്നുമ്പോ എന്നാ കാണാതിരിക്കുന്നത്? അതൊന്നുമില്ല, പപ്പാടെ നിക്കുന്നോണ്ടാ. മനസ്സിലായോ? ഓടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാ. എന്തോ കലിപ്പുണ്ട്. നിന്നെ നോക്കണേ, നിന്നെ മനസ്സിലാവില്ലല്ലോ. അപ്പം മാറിപ്പോയി. അപ്പം നിന്നെ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അനീതിയായി മാറിയല്ലേ? രാവിലെ ഏറ്റവും വന്നപ്പോഴത്തെ മൂഡ് വിവിന മൈൻഡിൽ നിന്ന് പോയി. വലിയ ആൾക്കാർ പോട്ടെ, നമുക്കെന്നാ ഒന്നും കാണത്തില്ല. വഴിയിലെ ആൾക്കാരെ എണ്ണം പിടിക്കണേ. അമ്മ കസേര പോയിരുന്നു, വെയിലും കൊള്ളാം. അതെ, എല്ലാ ദിവസവും രാവിലെ പറ്റത്തുമില്ല. പണ്ടിരുന്ന പോലെ പോയിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. കൊന്താൻ ചെല്ല. ഇപ്പോൾ കാപ്പ് കുടിക്കേണ്ട സമയമാണ്. രാവിലെ നേരം വെളുത്തേ ഉള്ളൂ. ഇപ്പോൾ 3-4 ദിവസം 2 ദിവസം ഉറക്കക്ഷീണം കൊണ്ടായിരിക്കും പറയണേ. നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ കാര്യമുണ്ടോ? രാവിലെ കിടന്ന് ഉറങ്ങി എന്നിട്ട് എന്തിനേക്ക് നടക്കാന്നേ. ആ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന്. ആരാ നോക്കാറുള്ളേ ഞങ്ങളുടെ കാര്യം? ആ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ആരാ ഉള്ളേ? ഉള്ള കഞ്ഞിങ്ങളുടെ പാറ്റായിടും അല്ലേ? ഭാര്യ തിന്നെ പെട്ടെന്ന് കഴിക്കത് നിർത്തിയേ. രാവിലെ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ മാറുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ ന്യൂനമർദ്ദം, ബംഗാളിൽ ഞങ്ങളുടെയൊക്കെ ന്യൂനമർദ്ദമൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ മഴക്കാറുണ്ട് കേട്ടോ, മഴക്കാറുണ്ട്. തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമായിരുന്നു. അതായിരുന്നു നമുക്ക് നല്ല കാര്യം. എലിക്കുട്ടിയമ്മ എന്നോട് രാവിലെ ചുണ്ടയാണ് എന്നോട് രാവിലെ വഴക്കുണ്ടാക്കുവാണ്. എലിക്കുട്ടിയമ്മ തന്നെയായി കഴിച്ച് ബാക്കിലാരിയേറ്റ് പോയി. എലിക്കുട്ടിയമ്മ ഇന്ന് പുറകിലാണ്. എന്നാൽ ഇതും കൂടെ കുടി. ഇതെല്ലാം നമ്മൾ രാവിലെ പുട്ടെല്ലാം വൃത്തിയായിട്ട് കഴിച്ചു കേട്ടോ. ഇച്ചിരി മരുന്നുണ്ട്, അതും കൂടെ കുടിച്ചു. കടന്നോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പോയി കടന്നോ. ഇരുവാനിപ്പോഴാണ് കഴിക്കാൻ വന്നത്. അത് കുടിക്ക്, അത് മുഴുവൻ കുടിച്ചേ. ഇത് പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഉറങ്ങിക്കോ. 2 ദിവസമായിട്ട് ഉറങ്ങാത്തൊക്കെ അല്ലേ. പകൽ കിടന്ന് ഉറങ്ങി, എന്നാലും ഉറക്കമൊക്കെ തീർക്കുന്നുണ്ട്. അവിടെ വെച്ചേര്. ഒന്ന് പോയി കിടന്നോ കേട്ടോ. ക്ഷീണമാണോ? വേണ്ടേ? ഇപ്പം കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ഇച്ചിരി ഇതുണ്ടേ. പോയി കിടന്നോ. നിങ്ങളുടെ കൂടെ ഉറങ്ങിക്കോ. നല്ല സുഖം അപ്പം ഉറങ്ങാനായിട്ട്. എലിക്കുട്ടമ്മയുടെ ആൾക്കാരൊന്നും വരാനൊന്നുമില്ല. പിന്നെ ഇല്ലേ, ആരണ്ട് ഈ മഴയത്ത് വരുവാ. അല്ലാതെ തന്നെ വരുന്നില്ല, പിന്നെ മഴയത്ത് വരുന്നത് കൊണ്ടുപോകാനായിട്ട്. അത് അടുക്കള കൊണ്ടുപോക്കണം. അടുക്കളയിലല്ല കൊണ്ടുപോക്കുന്നേ. അടുക്കള അറിയത്തില്ലേ? ഇല്ലേ? ആണ്ടാ കിടക്കണം. അടുക്കള മറന്നു. അതല്ലേ അടുക്കള? അതൊന്നുമല്ല, അത് കിടക്കണ മുറിയാ. അത് കിടക്കണം, അതല്ലേ അടുക്കള? പിന്നെ എന്നാ അത്? പിന്നെ എന്നാ അല്ലേ? അതാ അടുക്കള. എലിക്കുട്ടമ്മ മറന്നുപോയി രാവിലെ ഏറ്റപ്പോൾ ഒന്ന്. ഒത്തിരി കാര്യം ഇന്നലത്തെ ബോധം കെട്ടുള്ള ഉറക്കം കാരണം എലിക്കുട്ടമ്മ എല്ലാം മറന്നുപോയി അല്ലേ? ഇന്നലെ ബോധം കെട്ട് ഉറങ്ങുമായിരുന്നു, ഓരോനക്കോ ഇല്ലായിരുന്നു. പോയി കഴിക്കോ, നോക്കി ഇരിക്കണ്ട. ചെവിയിലൊക്കെ തെളിയുന്നുണ്ട്. എന്നിട്ട് വേണം ഒന്നും കൂടെ പോയി കിടന്ന് പുതച്ചും കൂടി ഞാൻ കിടന്ന് ഉറങ്ങിക്കോ. പുതക്കത്തില്ല, അതിലെ കുഴപ്പം. പുതപ്പിച്ചാലും ക്ഷീണമാണെ പിടിക്കണോ? ഇവിടെ അതുകൊണ്ടോ കഴുകാനായിട്ടെ, കൈ കഴുകാൻ പോകാൻ. എലിക്കുട്ടീനെ വേറെ ആരെയും പിടിക്കണേ? എലിക്കുട്ടിക്കല്ലേ മേലെന്ന് പറയണേ. വേണ്ടേ? ഓ വേണ്ട വേണ്ട തൊട്ട് പോകരുതെന്ന് പറയാൻ. എന്നാ വേണ്ട, കൈ കഴിക്കാം. പിടിച്ചോണ്ട് വാ. എലിക്കുട്ടിയമ്മക്ക് പുറത്ത് കാഴ്ച നോക്കിയിരിക്കുക. അതിലൊന്നും ആരും മുണൊന്നുമില്ല, ആരും ഇങ്ങോട്ട് വരുന്നുമില്ല. പിന്നെ എന്നാ കൂടെ പാത്രം ഞാൻ കൊണ്ടോ ചേക്കാം. ഞാൻ നേര് പാത്രം ഞാൻ നേര്. ഒന്ന് പോയി കഴിക്കുക. എന്നിട്ട് കഴിയുന്നില്ലേ? ഏതിലേ കൊച്ചാണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് ആയിട്ട് പോയി. അത് കൊച്ചൊന്നുമല്ല, തള്ളയാ. ആരെയാ? മനുഷ്യനെ കാണാനാ നീ? മനുഷ്യനൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല.
പോയി കഴുക്, കൈ കഴുകു പോയി. എലിക്കുട്ടമ്മ ഇന്ന് മൊത്തം കലിപ്പിലാണേ. എല്ലാം തൂത്ത് വൃത്തിയാക്കി തുടച്ച് നല്ല തൂത്തുകളയാ. എന്നിട്ട് എന്നാൽ ഇനി എലിക്കുട്ടമ്മ പോയി കഴുകിയിട്ട് വന്ന് കിടക്കട്ടെ. ഇവിടെയാണ് കഴുകുന്നത്. ഇവിടെ 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 പോയി കഴുകുക. അവിടെ അമ്മ ഇവിടെ എവിടെയാണ് കഴുകുന്നത്? അവിടെ പോയി കഴുകുക. എവിടെയാണ് പോകേണ്ടത്? നല്ല ലക്ഷ്യം നിൽക്കുവാണല്ലോ. രാവിലെ ഏറ്റു വന്നപ്പോഴത്തേനും അടുക്കള പോയി നോക്കുന്നുണ്ട്. എന്നാണോ ഇവിടെയാ കഴുകുന്നത്. ചില ദിവസങ്ങളിൽ കലിപ്പ് കൂടും, അറിയത്തില്ലേ? എലിക്കുട്ടമ്മ കഴുകി റെഡിയായി പോയി കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ എലിക്കുട്ടിയമ്മ രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് എന്നോട് ദേഷ്യമൊക്കെ പെട്ട് വന്ന് കിടന്നിട്ട് എലിക്കുട്ടിയമ്മ കിടന്നൊരു ഉറക്കമൊക്കെ ഇറങ്ങി കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരു മയക്കം കഴിഞ്ഞിട്ട് ഏറ്റു കുത്തിയിരിക്കുവാണേ. ഏറ്റു കുത്തിയിരുന്നിട്ട് ഇപ്പോൾ പോകാറായോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പുണകാരിയാണോ ഒന്നറിയത്തില്ല. വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം എല്ലായിടത്തും പോയേക്കാൻ തോന്നണം എലിക്കുട്ടിയമ്മയ്ക്ക്. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞു, ഒരു മയക്കവും കഴിഞ്ഞു. എലിക്കുട്ടിയമ്മ ഏറ്റു കുത്തിയിരിക്കുന്ന ഭാഗമാണ്. ഇന്നലെ എനിക്ക് വന്ന് വൈകുന്നേരമായിട്ട് സുതിയൊക്കെ തന്നപ്പോൾ എലിക്കുട്ടിയമ്മ രാവിലെ എന്നോട് ദേഷ്യമായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യപ്പെട്ട് വന്നിരുന്ന എലിക്കുട്ടിയമ്മ ഇപ്പം എന്നോട് ചോദിക്കുന്നു, പോകാമെന്നൊക്കെ ചോദിക്കുന്നു. എന്നാലും ദേഷ്യഭാവാൻ തോന്നുന്നു. ആരൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഏതാണ്ടൊക്കെ ഇരുന്ന് പുറകുറുക്കുന്നുണ്ടായിരുന്നേ. ബെഡ്ഷീറ്റിൻ്റെയൊക്കെ സൗന്ദര്യം നോക്കുവാണ് എലിക്കുട്ടിയമ്മ. ബെഡ്ഷീറ്റിൻ്റെ സൗന്ദര്യം നോക്കുന്നു, നൈറ്റിയുടെ സൗന്ദര്യം നോക്കുന്നു, അതൊക്കെ പിടിച്ച് നോക്കുവാണ്. എൻ്റെ ഭംഗിയൊക്കെ പിടിച്ച് നോക്കുവാണ് ഇപ്പോൾ. നല്ലതാണോ? അല്ല നല്ലതാണോ എന്ന് നല്ലത് അത് കേട്ടപ്പോൾ നടിക്കുന്നില്ല. അതുകൊണ്ടാണ്. കേൾക്കാഞ്ഞിട്ടൊന്നുമില്ല, ഇഷ്ടമില്ലാതെ നിൽക്കുവാണ്. അതുകൊണ്ടാണ്. എവിടെ ചെരുപ്പൊക്കെ ഇട്ടാണ് കിടക്കുന്നത്? ചെരുപ്പൊക്കെ ഇട്ട് പിന്നെ എലിക്കുട്ടിയമ്മ അവിടെ പോകണം. എല്ലാവർക്കും ക്ഷീണമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്നുണ്ട്. ഈ കാലാവസ്ഥയുടെ വ്യത്യാസം കഴിക്കാത്ത തന്നെ പകരം എലിക്കുട്ടി പഴവും എന്നാ കഴിക്കുന്നത്? എന്നാ തിന്നുന്നേ? പച്ചവെള്ളമാണോ? ചൂടാക്കി പച്ചവെള്ളവും പഴവും കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. എലിക്കുട്ടിയമ്മ ഉച്ചയ്ക്ക് ഇന്ന് കഴിച്ചില്ല. കന്നാലി കൊണ്ട് കിട്ടിയിട്ടുണ്ടോ അവിടെ? കന്നാലി അവിടെ ഉണ്ടല്ലേ. അവൾ നിന്ന് കഴിഞ്ഞോ? പിന്നെ ഇവിടുത്തെ അല്ല, പിന്നെ വല്ലയിടത്തും കൊണ്ട് കെട്ടാൻ പറ്റുമോ? ഇവിടുത്തെ ആന്നേ. നമ്മുടെ പൊന്നീനെ അവിടെ കെട്ടിയിട്ടുണ്ടേ. പൊന്നി അവിടെ തിന്നുന്നുണ്ട്. അത് ഞാൻ കൊണ്ട് കെട്ടിയതാ. എലിക്കുട്ടിയമ്മ പഴവും വെള്ളം കൂടെ കുടിക്കുകയാണ്. പഴം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അപ്പം എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ഈ വെള്ളം കൂടെ കുടിക്കും. ഇതും കൂടെ കുടിക്കും. ചൂടുവെള്ളം കുടി. വെള്ളം കുടിക്കണം. ഇച്ചിരി കൂടി കുടി. ഇച്ചിരി കൂടി കുടി. വെള്ളം കുടിക്കുന്ന കാര്യം പറയാൻ പാടാണ്. കുറച്ച് നേരം കിടന്ന പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ചായ കുടിക്കാൻ ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളെല്ലാരും കൂടെ ഇന്നിപ്പോ മൂളലായി. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മൂളല് എലിക്കുട്ടിയമ്മ മൂളുന്നു. പ്രീതി ഇപ്പൊ ശ്വാസം വിടുന്നില്ലല്ലോ. അതാ പെട്ടെന്ന് ഇങ്ങേറ്റ് വന്നതിൻ്റെ ആക്ഷൻ കൊണ്ടുണ്ടായതാ. ഇപ്പൊ ഇല്ല. ഇല്ലെന്നു അതിനൊന്നും കിട്ടിയില്ലല്ലോ. ഇതല്ലാതെ കിട്ടിയോ? ശ്വാസം പിടിച്ച് നിൽക്കണോ? എന്തിനാ ശ്വാസം പിടിച്ച് നിൽക്കുന്നേ? ശ്വാസം പിടിക്കാൻ നിന്നാ പോരെ? ഒന്നുമല്ല, എന്തെല്ലാം വരും. ശ്വാസം പിടിക്കാൻ നിന്നാലോ? നമ്മുടെ ശ്വാസത്തിന്റെ എല്ലാം കൊണ്ടാണില്ല നമ്മൾ നിൽക്കണേ. ശ്വാസമില്ലാതെ നിൽക്കാൻ പറ്റുമോ? നമുക്കത്തില്ല. ജോമോൻ എങ്ങനെയുണ്ട്? വല്ല പണിയും ചെയ്യുന്നതാണോ? വല്ല പണിയും ചെയ്യോ വീട്ടിലെ? ജോമോൻ അമ്മയ്ക്കൊരു മകനില്ലായിരുന്നോ? ജോമോൻ പണിയിപ്പിക്കാനോ? പണി ചെയ്യലാത്ത മകനാന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ്. മോനെ കൊണ്ട് എല്ലാവർക്കും കുഴപ്പം. എന്നാ വേണം ചെയ്യുക. അത് ശരിയാ. ലോകം മുഴുവൻ പോക്കാരെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ. മേടിച്ചോണ്ടും വരും. നേരത്തെ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അങ്ങനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടില്ല. നേരത്തെ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ജോമോന്റെ കാര്യം പറഞ്ഞപ്പോ തടച്ചല്ലോ. ചായ കുടിച്ചേക്കാം. അപ്പോൾ വൈകുന്നേരം സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നങ്ങനെ വലിയ മഴയുടെ കോളൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മുടെ മഴക്കാലം സമാപിച്ചും നമ്മൾ കരുതുന്നു. പക്ഷേ മഴക്കാർ ചെറുതായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എലിക്കുട്ടിയമ്മ ചായ കുടിയൊക്കെ കഴിഞ്ഞിലേക്ക് ഒന്ന് കറങ്ങൊക്കെ നടന്നിട്ട് എലിക്കുട്ടിയമ്മ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞുള്ള ഭാഗം നോക്കട്ടെ. ഇപ്പോഴത്തെ പരിപാടി എന്നാന്ന്. ഇപ്പം അമ്മ അപ്പം നമ്പർ എണ്ണിച്ചാണ്. എന്നാ പരിപാടി?
ഇതെന്നാ പരിപാടിന്ന്? പരിപാടി ആ പരിപാടി ഞങ്ങൾക്ക് ഇവിടെ പലതുണ്ട്. ആ ഈശോയുടെ പ്രവൃത്തിരുന്നാളെ പർവ്വത്തിരുന്നാളാണോ? ഈശോയുടെ വള്ളത്തിരുന്നാളെ മരണത്തിരുന്നാളായോ? ആ അതിന് പരിപാടിയില്ല. എന്നാ പരിപാടി? എല്ലാം നടക്കണം. മരണത്തിരുന്നാൾ എന്നാ പരിപാടി? എന്നാ പരിപാടി? പരിപാടി എന്തെല്ലാം ഉണ്ടെന്ന് പറയും. ഇപ്പൊ പൊടിയായിട്ടും കാപ്പിയായിട്ടും ചായ ആയിട്ടും പുറത്ത് വന്നവർക്കും അകത്തുള്ളവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഞാൻ കണ്ണു അടിച്ചിരുന്നാ മതി. ഇത് ഉണ്ടാക്കിയോ? എന്നിട്ട് എല്ലാം ഉണ്ടാക്കിയോ? എല്ലാം ഉണ്ടാക്കിയോ? ഒന്ന് എല്ലാം ഉണ്ടാക്കി. ഉണ്ടാക്കിയോ? ആഹാ, എന്നതൊക്കെ ഉണ്ടാക്കിയേ? ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തു. എന്നതൊക്കെ ഉണ്ടാക്കിയേ? ഇപ്പൊ പതുക്കെ പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നുണ്ടേ. എല്ലാം കഴിക്കുകയും ചെയ്തു. ആണോ? ആരൊക്കെയാ വന്നുണ്ടായിരുന്നേ? ആർക്കാ അതിന് ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്രയും പേരുള്ളിടത്ത് ആരൊക്കെയാന്ന് ചോദിക്കാൻ പറഞ്ഞു. അതിലോട്ട് ആണോ? ഒരാൾ വെച്ച് കൂടിയാ ചെയ്താൽ മതി. ഇപ്പൊ എത്ര പേരാ? എന്നാ പോത്തിറച്ചിയായിരുന്നോ? ഇറച്ചി എന്നായിരുന്നു? പോത്തായിരുന്നോ? ഇറച്ചിയോ? ഇറച്ചിയൊന്നും ഉണ്ടാക്കിയത്. ഇറച്ചിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയായിരുന്നല്ലോ. എന്നായിരുന്നു? പോത്തായിരുന്നോ? ഇനി ഇതിന്റെ കൂടെ എങ്ങനെ ഇറച്ചി ഉണ്ടാവും? ഇറച്ചിയൊക്കെ വേണ്ട. അപ്പോൾ ഇറച്ചിയൊക്കെ അല്ലേ തിന്നുന്നത്? ശരിയായി. ഇല്ലേ? എനിക്ക് തന്നില്ലല്ലോ ഒന്ന്. ഞാൻ വരാതെ തരാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടി ഇറക്കണം. ഞാനിവിടെ ഇല്ലായിരുന്നോ? എന്തോ ബന്ധമില്ല. രാത്രി സമയം പകലാണ് സ്ഥലം. അത് ശരിയാ. പകലാണ് കണ്ടുപിടിക്കാം. വൈകിട്ടാണ് കാണാൻ പറ്റിയല്ലോ. എല്ലാവരും കൂടി പങ്കെടുത്ത് നടത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനെല്ലാവർക്കും തോന്നുന്നവരെല്ലാം നടന്നേച്ചും വന്ന് ചെയ്യാൻ വന്നാൽ ആരാ കൂടാനുള്ള? അതില്ല, മനസ്സിലാക്കണം. എലിക്കുട്ടിയമ്മ തന്നെയാണല്ലോ ഉണ്ടാക്കിയേ. ഇത് പൊതു കാര്യമാണ്. എലിക്കുട്ടിയമ്മ തന്നെയാണല്ലോ ഉണ്ടാക്കിയേ. ലോകം മുഴുവനുള്ള മനുഷ്യർക്ക് ജീവിക്കാനുള്ള. ഏത് ഈസ്റ്റർ കൊണ്ടാ? ആഹാ, അത് കൊള്ളാലോ. ഈസ്റ്റർ കൊണ്ടാണോ ലോകം മുഴുവനുള്ള മനുഷ്യൻ ജീവിക്കുന്നത്? അല്ലാതെ ചുമ്മാതെ വല്ല അവിടെ ഇവിടെയൊക്കെ ആദ്യം എങ്ങനെ അത് പറഞ്ഞ് എന്നാലും രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുത്തണം. ഈശോ രക്ഷപ്പെടുത്തണം. ഈശോ രക്ഷപ്പെടുത്തണം. അങ്ങനെ എലിക്കുട്ടി തന്നെയാണോ എല്ലാം ഉണ്ടാക്കിയേ? തന്നെയാണോ എല്ലാം ഉണ്ടാക്കിയതെന്ന്? ആരാ? എലിക്കുട്ടി. ഈശോയോ? എലിക്കുട്ടി അമ്മേ. എലിക്കുട്ടി അമ്മേ. ഞാനോ? ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ആര്? ഉണ്ടാക്കും. അമ്മയുണ്ടായിരുന്നോ? അമ്മയുണ്ട്. ആണുങ്ങളും മക്കളും ഒക്കെ. ആണോ? അമ്മകളൊക്കെ എന്നെ ഇറച്ചി നുറുക്കി തന്നോ? പിന്നെ അവരൊക്കെ വേണ്ടത്. അവരെ ഇറച്ചി നുറുക്കി തന്നോ? ഇറച്ചി നുറുക്കി തന്നോ ആണുങ്ങള്? ഇറച്ചിയോ? ഇറച്ചിയൊക്കെ ഞങ്ങൾ കറി വെച്ചു. കറി വെച്ചോ? പിന്നെ എന്നായിരുന്നു? കോഴിയായിരുന്നോ? കോഴിയായിരുന്നോ? പോത്തായിരുന്നോ? പന്നിയായിരുന്നോ? കോഴിയും പോത്തും പന്നിയായിരുന്നോ? ഒന്ന് കോഴി 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 ഇറച്ചിയായിരുന്നോ? ഒന്ന് കോഴി. എന്നാന്നൊന്നും അറിയത്തില്ല. പിന്നെ അറിയാതെയാണ് കറി വെക്കണം. അതെങ്ങനെ അതൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന് വരണം. അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെങ്ങനെ അത് എല്ലാം നോക്കി പറ്റുന്ന കാര്യമാണ്. അത് പിന്നെ നോക്കാതെ എങ്ങനെയാ ഉണ്ടാക്കണേ? നോക്കാതെ പിന്നെ എങ്ങനെയാ ഉണ്ടാക്കണേ? അപ്പൊ എലിക്കുട്ടിയമ്മ അല്ല ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയവർക്ക് അറിയാൻ മേലേ? എലിക്കുട്ടിയമ്മ ഉണ്ടാക്കിയെങ്കിൽ എലിക്കുട്ടിയമ്മയ്ക്ക് അറിയാമല്ലോ അതെങ്ങനെയാ ഉണ്ടാക്കിയത്, എന്നെ ഇറച്ചിയാന്നുള്ളത്. മീൻ എന്നായിരുന്നു? എന്നാ മീനായിരുന്നു? ഇത് അമ്മയുടെ ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്നൊക്കെയാ പറയാൻ അറിയാട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെയാന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. എന്നാ മീനായിരുന്നു കറി വെച്ചേ? മീൻ എന്നതായിരുന്നു? മീൻ എന്നതായിരുന്നു? സ്രാവായിരുന്നോ? മീൻ തൂക്കുമീനായിരുന്നോ? ഒന്ന് മീനേ തൂക്കുമീനായിരുന്നോ? തൂക്കുമീൻ. അല്ല, മീൻ കറി വെച്ചെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ അങ്ങനെയായോ? മീൻ തൂക്കുമീനായിരുന്നോ മേടിച്ചേ? തൂക്കുമീനായിരുന്നോ? ഈ തൂക്കുമീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്രാവിനാണ് തൂക്കുമീൻ എന്ന് പറഞ്ഞ കേട്ടോ. ഈ സ്രാവിന് പണ്ടത്തെ കാലത്ത് ഇവിടെ പറയുന്ന പേരാണ് തൂക്കുമീൻ. അതൊരു അയ്യോ, കറി വെക്കുന്നവർക്ക് അറിയത്തില്ല എന്നാ മീനാന്ന്. കറി വെക്കുന്നവർക്ക് അറിയാലോ എന്നാ മീനാ കറി വെക്കണേന്നുള്ളത്. കുറിച്ച് തന്നെ അല്ലേ? കുറിച്ച് കൊടുത്താലേ ഉണ്ടാക്കുള്ളൂ, അല്ലാതെ ഉണ്ടാക്കത്തില്ല. എവിടെ എവിടെ ഉറുമ്പ്? ഭിത്തിയിലൊന്നും ഉറുമ്പൊന്നുമില്ല. എവിടെ ഭിത്തി ഉറുമ്പ്? ഇവിടെയും ഉറുമ്പൊന്നുമില്ല. എലിക്കുട്ടിക്ക് തോന്നിപ്പോണം.
എന്നാ പാടാ അവിടെ എലിക്കുട്ടിയമ്മയ്ക്ക് തോന്നിപ്പോണത് അതിൽ ഉറുമ്പൊന്നുമില്ല. അപ്പോൾ എലിക്കുട്ടിയമ്മ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടക്കുവാണ്. കുറച്ച് എണ്ണലൊക്കെ ആയിരുന്നു, നീണ്ട പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു എലിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇനി ഉറപ്പം ഇനിയിപ്പോൾ വൈകിട്ട് ഉറക്കം കിട്ടിയാൽ മതി. വൈകിട്ട് ഉറങ്ങിയില്ലാണ് പണി നമുക്ക്. ഇപ്പോൾ ചിലപ്പോൾ കിടന്നൊന്ന് ഉറങ്ങുമേ, അത് ഉറങ്ങിയിട്ട് പ്രാർത്ഥനയ്ക്ക് ഒന്നും നിൽക്കുള്ളൂ. എവിടെ? വീട്ടിലോട്ട് പോകാം. ആഹാ, അപ്പോൾ ഇതിൽ ഈ അപ്പം ഒക്കെ കഴിക്കണ്ടേ? അപ്പം ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ? അത് കഴിച്ചിട്ട് പോക്കോണം. ആ കഴിക്കാൻ ഇരുമാത്രം സമയം വേണം. വേണ്ടല്ലേ? ഉയർപ്പ് തിരുനാളിൻ്റെ ഫംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒത്തിരി നാൾ കൂടിയാണ് ഇപ്പോൾ ഈ ഉയർപ്പിൻ്റെ ഇതൊക്കെ വന്നിരിക്കുന്നത്. പിറവി തിരുനാൾ, ഉയർപ്പ് തിരുനാളൊക്കെ ഒത്തിരി നാൾ കൂടിയാണ് എലിക്കുട്ടിയമ്മയുടെ മനസ്സിൽ വന്നിരിക്കുന്നത് അല്ലേ? ഒരു 5-8 മാസമായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഭക്ഷണം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് എലിക്കുട്ടിയമ്മ പറയണത്. ഈ മയക്കത്തിലോട്ട് പോവുകയാണേ. പിന്നെ നാളെ രാവിലെ വിവിനെ കൊണ്ടാക്കാൻ പോകണം. കൊണ്ടാക്കുന്നില്ല, വിവിനെ ബസ് കയറ്റി വിടണം വെളുപ്പിനെ. അപ്പോൾ എലിക്കുട്ടിയമ്മ മയക്കത്തിലോട്ട് പോവുകയാണ്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് ഇനിയൊന്നും കേൾക്കില്ല. ഉറങ്ങാൻ പോകണോ? ഉറങ്ങാൻ പോകണോ? ഉറങ്ങാൻ പോവാണോ? പിന്നെ എന്നാ ചെയ്യാൻ കിടപ്പോവാ. അപ്പോൾ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൽ മതിയായിരുന്നു. അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ? അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേന്ന്. അപ്പോൾ ഇറച്ചിയൊക്കെ കഴിക്കണ്ടേ? അതൊക്കെ കഴിച്ചോ? ആ, എലിക്കുട്ടിയമ്മ വരുന്നില്ലേ? കഴിക്കാത്തവർ കഴിച്ചോ? എലിക്കുട്ടിയമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, എനിക്ക് വേണ്ടത്. അതിനാ എനിക്ക് വേണ്ട. എലിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടെന്നോ? ഇങ്ങനെയുള്ള അവസരത്തിലൊന്നും വേണ്ട. ആഹാ, ഇങ്ങനെയുള്ള അവസരത്തിലല്ല കഴിക്കണ്ടേ? അപ്പോൾ എലിക്കുട്ടിയമ്മ ഈസിന് അപ്പോൾ ഇറച്ചി ഉണ്ടാക്കിയ അരിയും അത് കഴിക്കുന്ന അരിയൊക്കെയാണ്. പക്ഷേ ഇന്ന് ഞാൻ പതൊക്കെ പറഞ്ഞിട്ട് പോലും എലിക്കുട്ടിയമ്മയ്ക്ക് കേട്ടു എന്നുള്ളതാണ്. അത് എലിക്കുട്ടിയമ്മ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എലിക്കുട്ടിയമ്മ കൃത്യമായിട്ടെല്ലാം കേട്ടു. ഒത്തിരി തവണ പറയേണ്ട ഒന്നില്ല. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക.